മലയാളികൾക്ക് വളരെയധികം സുപരിചിതയായ ഒരു നല്ല അവതാരികയും അതുപോലെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം നന്നായി പ്രവർത്തിക്കുന്ന ഒരു താരവുമൊക്കെയാണ് നടി ലക്ഷ്മി നായർ. നടി എന്ന് പറയുന്നതിനേക്കാൾ അവർ നല്ലൊരു അവതാരികയാണെന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. ഒരു അധ്യാപിക കൂടിയാണ്. ഇപ്പോൾ നല്ലൊരു അമ്മയും ഒക്കെയായി നിൽക്കുന്നു. എന്നാൽ വിദേശത്ത് താമസിക്കുന്ന താരം പലപ്പോഴും ഇത്തരം രീതിയിലുള്ള വസ്ത്രധാരണങ്ങളൊക്കെ പതിവായി മാറ്റുന്ന താരത്തിനെതിരെ ഇപ്പോൾ കടുത്ത രീതിയിൽ വിമർശനങ്ങൾ ഉയർന്നു വരുന്നു. പ്രായത്തിനനുസരിച്ച് വസ്ത്രം ധരിക്കാൻ നിങ്ങൾ എന്നാണ് പഠിക്കുക? പ്രായത്തിനൊത്തു വേണം നമ്മൾ വസ്ത്രം ധരിക്കാൻ. ഭർത്താവും മക്കളും ഇവരൊന്നും ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ലേ? നിങ്ങളെ ഇങ്ങനെ വിടുകയാണോ? ഇതൊക്കെയാണ് പലരും ചോദിക്കുന്നത്. എന്നാൽ അവർക്കൊന്നും ഇതിലൊരു പ്രശ്നവുമില്ല എന്നും അതുകൊണ്ട് നിങ്ങളാരും ഇതിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട എന്നുമാണ് ഇപ്പോൾ പറയുന്നത്. പുതിയ വ്ളോഗിൽ അത്തരത്തിൽ കമൻറ്റുകളെക്കുറിച്ച് കാര്യം കൃത്യമായ വ്യക്തം മറുപടി നൽകുന്നുണ്ടെന്ന് പറയാം. തൻ്റെ വസ്ത്രധാരണമാണ് ചിലരെ ചൊടിപ്പിച്ചതെന്ന് ലക്ഷ്മി പറയുന്നുണ്ട്. ആരുടെയും ചിലവിലല്ല ഞാൻ ജീവിക്കുന്നത് എന്നതുകൊണ്ട് ഇഷ്ടമുള്ള രീതിയിൽ വസ്ത്രം ധരിക്കുമെന്ന് ലക്ഷ്മി വീണ്ടും ഓർമ്മിപ്പിച്ചു. വയസ്സിനനുസരിച്ച് വസ്ത്രം ധരിക്കേണ്ടത് എങ്ങനെയെന്ന് എവിടെയെങ്കിലും എഴുതി വച്ചിട്ടുണ്ടോ എന്നും ലക്ഷ്മി ചോദിക്കുന്നുണ്ട്. എൻ്റെ പ്രായം ഇതാണ്, ഞാൻ ഇങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ പറ്റൂ, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതൊക്കെ ലക്ഷ്മിയെക്കുറിച്ച് പറയുമ്പോൾ മനസ്സിലാക്കണമെന്നും ലക്ഷ്മി കൂടുതൽ ചേർക്കുന്നുണ്ട്. പതിവായി കമൻറ്റ് ബോക്സിൽ ഇത്തരം നെഗറ്റീവ് കമൻറ്റുകളൊക്കെ ഇടുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ ഇടുന്നവരെ തനിക്ക് അറിയാമെന്നും അത്തരക്കാർ മറുപടി കൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ലെന്നും ലക്ഷ്മി പറയുന്നു. ഇത്തവണ മാഞ്ചസ്റ്ററിലേക്ക് നടത്തിയ ഷോർട്ട് ട്രിപ്പായിരുന്നു ഇത്. പോകാനും വരാനും എല്ലാം അടക്കം ഒരു 13 ദിവസമാണ് എടുത്തത്. അതിനുള്ളിൽ ഞാനൊരു 7 വീഡിയോ എടുത്തു. അതിൻ്റെ വിജയമായി കാണുന്നു. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, അവിടെ ചെന്നാൽ ഞാൻ അവിടുത്തെ രീതിയിലായിരിക്കും വസ്ത്രം ധരിക്കുക. മറ്റൊന്നും ഞാൻ പിന്നെ നോക്കാറില്ല. കുറേ നെഗറ്റീവ് കമൻസുകൾ ആളുകൾ ഇടുന്നത് കണ്ടു. മനഃപൂർവ്വം ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ഇടുന്ന കമൻറ്റുകളാണെന്ന് എനിക്കറിയാം. അവരിൽ ചിലർ സ്ഥിരമായി കമൻറ്റുകൾ ഇടുന്നവരാണ്. മണ്ടൻ കമൻറ്റുകളാണ് ഏറെയും. വസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞാണ് കമൻറ്റുകൾ ഇടുന്നത്. എനിക്ക് വസ്ത്രം ധരിക്കണമെങ്കിൽ മക്കളും അച്ഛനും അതേപോലെ ചെറുമക്കളും പെർമിഷൻ തരണം. എൻ്റെ ദേഹത്ത് കിടക്കുന്ന വസ്ത്രമല്ലേ, അവരെ ഇതൊന്നും ബാധിക്കുന്ന കാര്യമല്ലല്ലോ. പിന്നെ എന്തിനാണ് അവരിതിൽ അഭിപ്രായപ്പെടുന്നത്? അതിനുള്ള ബുദ്ധി അവർക്കുണ്ട്, എന്നാൽ ഇത് പറയുന്ന നിങ്ങൾക്കില്ല. അതാണൊരു സത്യം. സോഷ്യൽ മീഡിയ എല്ലാവരും ഏറ്റെടുക്കുന്നുണ്ട്, അതേപോലെ പ്രേക്ഷകരും സംസാരിക്കുന്നുണ്ട്. പ്രേക്ഷകരെല്ലാവരും കൃത്യമായി ഈ വാക്കുകളെക്കുറിച്ച് ഏറ്റെടുക്കുന്നത് നമുക്ക് മനസ്സിലാവുകയും ചെയ്യുന്നു. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, എവിടെ ചെന്നാലും അവിടുത്തെ വസ്ത്രം ധരിക്കുക, അവിടുത്തെ ക്ലൈമറ്റിനനുസരിച്ച് ജീവിക്കുക എന്നതാണ് സത്യം. നല്ല ചുട്ടുപൊള്ളുന്ന വെയിലത്ത് വളരെയധികം തന്നെ എല്ലാവരും പുതച്ചുമൂടി നിൽക്കാൻ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് കുറച്ച് ഫ്രീ ആയിട്ട് നിൽക്കാനാണ് ആഗ്രഹിക്കുക. കുറച്ച് കാറ്റൊക്കെ കയറി കുറച്ച് ആശ്വാസം കിട്ടുന്ന രീതിയിൽ. അങ്ങനെ ചുട്ടുപൊള്ളുന്ന സമയത്ത് മുഴുവൻ വസ്ത്രവും ധരിച്ച് മൂടി പൊതിച്ചിരുന്നാൽ നല്ലപോലെ തന്നെ അഴുക്കൽ ഉണ്ടാകും. നല്ല രീതിയിൽ അത് സ്കിന്നിനെ ബാധിക്കും. ഇതൊക്കെ അറിയാത്തവരാണ് ഇത്തരത്തിൽ ചെയ്യുക. അവരുടെയൊക്കെ സ്കിന്നൊന്ന് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും. അതാണിപ്പോൾ പ്രേക്ഷകരെക്കുറിച്ച് പറയാനുള്ളത്. ഓരോ തവണയും ലക്ഷ്മി ഇതിനെക്കുറിച്ച് വാക്കുകൾ ഏറ്റെടുക്കുന്നുണ്ട്. പ്രേക്ഷകർക്ക് വളരെയധികം സ്നേഹം സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. ആരാധകർ വളരെയധികം സ്നേഹത്തോടെ ഏറ്റെടുക്കുകയും ചെയ്യുന്നു എന്ന് നമുക്ക് കൂട്ടിച്ചേർക്കുകയും പറയുകയും ചെയ്യാം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.